സാംസങ്ങിൻ്റെ ഗാലക്സി A27 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടാ ഈ ഒരു പർട്ടിക്കുലർ ഫോണിൻ്റെ വീഡിയോ ചെയ്യാത്തത്? ഇതുപോലൊരു കവറിനകത്താണ് നമുക്ക് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെ ഒരു പുതിയ സ്മാർട്ട് ഫോണാണ്. അങ്ങനെ നിങ്ങൾ നിരവധി പേര് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ഈ കളർ കണ്ടില്ലേ, ഭയങ്കര പഞ്ചി കളറാണ്. കഴിഞ്ഞ 1-2 ദിവസം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോൺ ഒന്ന് ഉപയോഗിച്ച് നോക്കി. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് കേട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് തോന്നുന്നു. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയത്. നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വായിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളാവോ കൊള്ളില്ലയോ എന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടണം, നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഉപയോഗിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് തോന്നും, പക്ഷേ ഉപയോഗിക്കുമ്പം പല കാര്യങ്ങളിലും സാംസങ് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഓരോന്നായിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫോൺ ഏതാണെന്ന് പറഞ്ഞല്ലോ, ഇതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സാംസങ് ഗാലക്സി M47 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഫോൺ കാണാൻ അടിപൊളിയാണ്, നല്ലൊരു ലുക്കുണ്ട്. മാത്രമല്ല ഒരു പഞ്ചി കളറാണ്. ഇത് കൂടാതെ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഈ ഫ്രെയിം കണ്ടില്ലേ, അതൊരു അലുമിനിയം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, മെറ്റാലിക് ഫ്രെയിമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും പഞ്ചി ആയിട്ട് ഈ ബാക്ക് കളർ കൊടുത്തെങ്കിൽ ഈ ഒരു ഫ്രെയിമും ഒരു ഡാർക്ക് കളർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയെന്നും തോന്നി. പക്ഷേ ഇത് രണ്ടും കണ്ടില്ലേ, രണ്ട് ഡിഫറൻറ്റ് എൻഡിൽ നിൽക്കുന്ന കളറാണ് ഈ ഫ്രെയിമും ഈ ഒരു ബാക്കും എന്ന് പറയുന്നത്. അതുപോലെ ഈ ബാക്ക് വന്നിട്ട് ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടു ഇത് ഗ്ലാസ് ബാക്ക് ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഗ്ലാസ് ബാക്ക് ആണെന്ന്. കാരണം സാംസങ്ങിൻ്റെ സൈറ്റിലൊന്നും ഇത് ഗ്ലാസ് ആണെന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്നോ പറയുന്നില്ല. പക്ഷേ നമ്മളിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതൊരു പ്ലാസ്റ്റിക് ഫീൽ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ ആരെങ്കിലും അത് കേസ് ഉപയോഗിച്ച് തന്നെ വാങ്ങണം. കാണാൻ എന്തായാലും ലുക്ക് വൈസ് അടിപൊളിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്കിൽ 3 ക്യാമറകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി, അതുപോലെ 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫോണിന് ഒരു ബോക്സി ഡിസൈനാണ്. ഏകദേശം 202 ഗ്രാമാണ് ഫോണിൻ്റെ ഭാരം. അപ്പോൾ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ ഒരു എന്താ പറയുന്നത്, ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒന്നും അത്ര ബെറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ ഈ പ്രൈസ് പോയിന്റിൽ ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിൽ അത് മോശമായി പോയി ഗ്ലാസ് ബോഡി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്ത് തന്നെയായാലും ഫ്രെയിം മെറ്റാലിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ ഈ ഒരു മാറ്റ് ഫിനിഷ് പോലെ തോന്നുന്നെങ്കിലും ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് അങ്ങനെ അധികം പതിയത്തില്ലെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ ഇവിടെ ഫിംഗർ പ്രിന്റ് ഇങ്ങനെ സ്മഡ്ജസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്തും സാംസങ് ചാർജർ കൊടുക്കുന്നില്ല. സാംസങ് ചാർജർ വയ്ക്കുന്ന കാര്യം ഇപ്പോൾ അടുത്തിടെയായിട്ട് മറന്നേ പോയി എന്ന് വേണം പറയാൻ. കാരണം അവരുടെ ഒരു ഫോണിലും ഇപ്പോൾ ഈ ചാർജർ കൊടുക്കുന്നേ ഇല്ല. ഫോണിനകത്ത് സിം സ്ലോട്ട് വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം, വേണമെങ്കിൽ 2 സിം കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ പ്രൈസും കേട്ടു, AMOLED ഡിസ്പ്ലേ എന്നും കേട്ടപ്പോൾ പലരും ഈ പറഞ്ഞ ഫോൺ കയ്യിൽ കിട്ടാത്തൊരു വിചാരിച്ചു, അടിപൊളിയാണല്ലോ ഈ പ്രൈസ് പോയിന്റിൽ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ടല്ലോ. കാരണം അടുത്തിടെ ചില ഫോണുകളിൽ റിയൽമി, ടെക്നോ തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനും LCD ഡിസ്പ്ലേ ആയിട്ട് വന്നിരുന്നു. ഇവിടെ അതിൽ നിന്നും താഴ്ന്ന പ്രൈസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തത്, AMOLED ഡിസ്പ്ലേ കൊടുത്തു. പക്ഷേ AMOLED ഡിസ്പ്ലേ ആണെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും സ്പെക്ക് വെച്ച് മാത്രം ഒരു ഫോണിനെ വിലയിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഫോൺ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് നോക്കണം. ഈ ഒരു AMOLED ഡിസ്പ്ലേ ആണെങ്കിലും നമ്മൾ ഇതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ചരിച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളർ എന്താ പറയുക, ഒരുമാതിരി ഒരു മഴവില്ലൊക്കെ നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും ആ വ്യൂയിങ് ആംഗിൾ ഇതിന് അത് ബെറ്റർ അല്ല. അതായത് ഒരു മികച്ച AMOLED ഡിസ്പ്ലേ ഒന്നും അല്ല ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ചില ഫോണിന്റെ വീഡിയോയിൽ ചിലത് പറഞ്ഞിട്ടുണ്ട്, LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള LCD ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതെന്ന്. അതിന് പോലും ചിലർ എന്നെ കുറ്റം പറയാറുണ്ട്. പക്ഷേ അതും നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. LCD ഡിസ്പ്ലേ തന്നെ പല ക്വാളിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ വ്യൂയിങ് ആംഗിൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മോശം തോന്നുന്ന LCD ഡിസ്പ്ലേ ഉണ്ട്. കണ്ടാൽ AMOLED ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള LCD ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി സാംസങ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇതിനകത്ത് സാധാരണ നമുക്ക് AMOLED ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പറ്റും, LCD ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പറ്റില്ല. ഇത് AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും ഈ ഒരു ഫോണിനകത്ത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ സാധാരണഗതിയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുക്കാം. കാരണം AMOLED ഡിസ്പ്ലേയിൽ അധികം ഈ പറഞ്ഞ പോലെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയി നിന്നാൽ പോലും ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. 6.7 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വിക്ടസ് 7i ഒക്കെ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. എന്തായാലും ഇതിനകത്ത് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ തന്നെ സാംസങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സാധാരണ മിക്ക ഫോണുകളിലും സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ ഗാർഡ് ഇല്ല. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഒരു കേസും ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വേണം. ഫോണിന്റെ പ്രോസറിനെ പറ്റി പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യം തന്നെയാണ് അത്. പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഫോണിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 8,19,035 എന്ന് പറയുന്ന ഒരു സ്കോറാണ്. ഓക്കെ, ഇതിന്റെ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എന്നേ പറയാൻ പറ്റും. ഒരു വലിയ സംഭവമല്ല. അതായത് സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്കൊരു 7 ലക്ഷം ആന്റിറ്റ്യൂഡ് സ്കോർ മുതൽ ഒരു 15 ലക്ഷം വരെയൊക്കെ സ്കോർ കാണിക്കുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് തരുന്ന ഒരു ഫോണുകളാണ് സാധാരണ
സാധാരണ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ലെവലിൽ നിൽക്കുകയാണ് എന്ന് വേണം പറയാം. ഇതിനെ നമ്മൾ BGMI കളിക്കുമ്പോൾ ഒരു 60 FPS കളിക്കാൻ പറ്റും. ഇതൊരിക്കലും ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ആരും ഇത് വാങ്ങരുത്, വാങ്ങില്ലെന്നും അറിയാം. പിന്നെ ഇത് വാങ്ങുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം കളിക്കണമെന്ന് വെച്ചാൽ നടക്കും എന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മളിവിടെ നോക്കി 15 മിനിറ്റ് നോക്കിയിട്ടും യാതൊരു ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. 86 ആണ് ഇതിൻ്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മാക്സിമം 8 GB റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജും ലഭിക്കും. ഫോണിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു ഹാപ്റ്റിക്സും കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാം. കാര്യം നമ്മളിങ്ങനെ ടൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമുക്കൊരു ഫീല് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് അധികം കിട്ടുന്നില്ല. ഹാപ്റ്റിക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഉണ്ട്, വളരെ കുറവാണ് ഇതിൻ്റെ ഒരു ഹാപ്റ്റിക്സ് എന്ന് വേണം പറയാം. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ക്യാമറയിലെ ആ മെയിൻ സെൻസറിൽ 4K 30 FPS വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ളത് 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 5 മെഗാപിക്സലേ ഉള്ളൂ, അത് കാരണം അതിനകത്ത് 4K ഒന്നുമില്ല, ഫുൾ HD 30 FPS ഉള്ളൂ. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 12 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൽഫി ക്യാമറയിലും 4K റെസൊല്യൂഷനില്ല, അതിനകത്തും ഫുൾ HD 30 FPS വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അല്പം ഷേക്കുകൾ വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആദ്യമേ പറയാം. ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ നമ്മളെടുത്ത ഫോട്ടോ ഈ ഫോണിൽ കൂടെ കാണുമല്ലോ, അതിൽ നിന്നും ഭംഗിയാണ് ഇത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കമ്പ്യൂട്ടർ വഴി കാണുന്നത്. ഞാൻ നോക്കി, അതുകൊണ്ടാണ് പറയുന്നത്. അത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ഈ പറഞ്ഞൊരു ചെറിയൊരു ക്വാളിറ്റി കുറവുണ്ടായിരിക്കും ഒരു പക്ഷേ ഫോട്ടോ ഇതിൽ അത്ര മനോഹരമായിട്ട് തോന്നാത്തത്. പക്ഷേ കമ്പ്യൂട്ടർ വഴി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ളൊരു ക്യാമറ എന്ന് വേണം പറയാം. അപ്പോൾ ഇത് വാങ്ങുന്നവർ ഒരു പക്ഷേ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോ ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്ത്, ഇപ്പോൾ ഒരു മെയിൽ അയച്ചു കൊടുത്ത് മെയിൽ വഴി കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് ഓപ്പൺ ചെയ്ത് കാണുന്നത്, കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ് സത്യം. അതുപോലെ സെൽഫി ഫോട്ടോകളും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കുറച്ച് കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്, സോഫ്റ്റ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു നേട്ടം. അതുപോലെ ഈ ഒരു ഫോൺ ഡേ ലൈറ്റിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തരുന്നു. എന്നാൽ ലൈറ്റ് അല്പം കുറയുമ്പോൾ ചെറുതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പതർന്നായിട്ട് കാണാം. പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രൈമറി ക്യാമറ നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ ഈ പറയുന്ന 5 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയൊന്നും അത്ര വലിയൊരു സംഭവമൊന്നും അല്ല. അതുപോലെ മാക്രോ സെൻസർ തീരെ മോശം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാര്യം മാക്രോ നമ്മൾ വളരെ ക്ലോസ് ഒബ്ജക്റ്റുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ഫോക്കസ് പോലും പ്രോപ്പറായിട്ട് വരുന്നില്ല. പ്രൈമറി ക്യാമറ കൊള്ളാം എന്നേ ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് പറയാനുള്ളത്. നേരത്തെ അടുത്തിടെ തന്നെ സാംസങ്ങിൻ്റെ A27 എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിരുന്നു. അതിനകത്ത് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് ആയിരുന്നു വന്നിരുന്നത്. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഈ ഒരു ഫോണിന് കിട്ടും. എനിക്ക് തോന്നുന്നു അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അടുത്തിടെയായിട്ട് സാംസങ് ഈ പറഞ്ഞ പോലെ നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവരുടെ കൂടിയ ഫോണായാലും കുറഞ്ഞ ഫോണായാലും അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു പിശകും കാണിക്കുന്നില്ല. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് 16 ആണ്. ആൻഡ്രോയിഡ് 22 വരെയുള്ള അപ്ഡേറ്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിയാൽ 6 വർഷം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇനി ഇതിനകത്തുള്ള ആപ്പുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയത് ഇത്രയും ബ്ലോട്ട് വേസുകൾ എന്ന് വിളിക്കാവുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് മൊത്തം 8 ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ തന്നെ 5 ആപ്ലിക്കേഷൻ ചവറാണ്. ആദ്യം കാണുന്ന ഒരു 5 ക്യാൻഡി ക്രഷ് സാഗയോ അങ്ങനെയൊക്കെയുള്ള ചവർ ഗെയിം ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അതിനകത്ത് 5 എണ്ണം ചവറും. എന്നാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നെറ്റ്ഫ്ലിക്സ് കുറച്ച് പ്രീമിയം ആപ്പാണ്. അതെല്ലാ സാംസങ് ഫോണിലും ഒരു വിധം കാണുകയും ചെയ്യും. എന്ത് തന്നെയായാലും ബ്ലോട്ട് വേസുകൾ 5 എണ്ണമെങ്കിലും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഈ ബ്ലോട്ട് വേസുകൾ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുക എന്നുള്ളത് എന്തായാലും വലിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു 5 ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഈ പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്തുകൊണ്ടോ സാംസങ് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് മോശമായി പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കർ തന്നെ കൊടുക്കണമായിരുന്നു. പക്ഷേ ഉള്ള സ്പീക്കറിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഒരു സ്പീക്കറെ ഉള്ളൂ എങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ചില സ്മാർട്ട് ഫോണുകളിൽ സ്പീക്കറിൽ നിന്ന് നമ്മൾ വോളിയം ഹൈ വയ്ക്കുമ്പോൾ ഒരു വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു ഫോണിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വില കുറഞ്ഞ ഫോണുകൾ പോലും കാണുന്ന മറ്റൊരു നേട്ടമുണ്ട്, NFC സപ്പോർട്ട്. വളരെ വില കുറഞ്ഞ ഫോണുകൾ, ഒരു 12,000 15,000 പ്രൈസ് റേഞ്ചിലെ ഫോണിൽ പോലും NFC കൊടുക്കാറുണ്ട്. കാരണം ഇവർക്ക് ഈ സാംസങ് വാലറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാനൊക്കെ ഉള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനം ഉണ്ടല്ലോ, ഗൂഗിൾ പേക്ക് പകരമായിട്ട് സാംസങ്ങിൻ്റെതായിട്ടുള്ള വാലറ്റ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ NFC ആണ്. അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ പോലെ സാംസങ് വാലറ്റ് സാംസങ്ങിനെ സംബന്ധിച്ചൊരു പ്രധാന ആപ്പ് ആയതുകൊണ്ട് തന്നെയും അവരുടെ കുറഞ്ഞ ഫോണുകൾ പോലും സാംസങ് വാലറ്റ് ഉള്ളതുകൊണ്ട് തന്നെയും ഈ പറയുന്ന NFC കുറഞ്ഞ ഫോണുകൾ പോലും സാംസങ് കൊടുക്കാറുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ IP റേറ്റിംഗിനെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ IP69 റേറ്റിംഗും IP69Kയും ഒക്കെ വരുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പക്ഷേ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്
റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്കൊരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തൊന്നും കുറച്ച് സമയം വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. മഴത്തുള്ളികളെ ഒരു പക്ഷേ പ്രതിരോധിക്കാൻ സാധിക്കും. ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാംസങ് ഇതിനകത്ത് 6000 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും ഈ കാർബൺ സിലിക്കൺ എന്ന് പറയുന്ന വെയിറ്റ് കുറഞ്ഞ അതുപോലെ ബാറ്ററി കപ്പാസിറ്റി കൂടിയ ബാറ്ററിയുടെ പിന്നാലെ പോയിട്ട് ഇതുവരെയും സാംസങ് ഈ പറയുന്ന ലിഥിയം അയോൺ ബാറ്ററിയിൽ നിന്ന് കാർബൺ സിലിക്കണിലേക്ക് മാറിയിട്ടില്ല. എന്നിട്ടും സ്റ്റിൽ ഇതിനകത്ത് 6000 mAh കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഫോണിന് ഏകദേശം ഒരു 202 ഗ്രാം ഭാരം ഉണ്ട്. ഓവർ വെയിറ്റ് ഒന്നും അല്ല. അപ്പോൾ ഈ 6000 mAh കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 1.5-2 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്തായാലും ലഭിക്കും. ഫോണിന്റെ ചാർജിങ് സ്പീഡിനെ പറ്റി പറഞ്ഞാൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാര്യം ചാർജർ ഇല്ലെങ്കിലും നമുക്കൊരു 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ ഉളുക്കുണ്ട്. സാംസങ്ങിന്റെ ചാർജിങ് ടെക്നോളജി എന്ന് പറയുന്നത് PPS ടെക്നോളജിയാണ്. അതായത് പ്രോഗ്രാമബിൾ പവർ സപ്ലൈ PPS ടെക്നോളജി. അപ്പോൾ നമ്മൾ 45 വാട്ട് ചാർജർ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഈ PPS ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ ആണെങ്കിൽ മാത്രമേ ആ 45 വാട്ടിൽ നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി സാംസങ് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. കുറെ പഴയ ഒരു വെർഷൻ ബ്ലൂടൂത്ത് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം. 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതുപോലെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അതൊരു വലിയ കാര്യം ഫസ്റ്റ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബ്രാൻഡ് വാല്യൂ. നമുക്ക് ഇല്ലേ വേൾഡിൽ തന്നെ എനിക്ക് തോന്നുന്നു 1-2 സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് സാംസങ്. അപ്പം നമ്മുടെ ഇരിക്കുന്ന ഒരു ഫോൺ സാംസങ് ഫോണാണെന്ന് പറയുന്നതിന്റെ ഒരു ഗുമ്മുണ്ടല്ലോ, അത് ഈ ഫോണിന്റെ ഒരു നേട്ടമായിട്ട് പറയേണ്ടി വരും. 3 എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ 6000 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് ഈ പറയുന്ന AMOLED ഡിസ്പ്ലേ എന്തായാലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ക്യാമറ ഒരു ഓക്കേഷ് ക്യാമറയാണ്. പിന്നെ സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ സൈഡ് ഒരു ബെറ്റർ ആണ്. One UI 8.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ കോൾ റെക്കോർഡിംഗ് ഒക്കെ വരെ നമുക്ക് സാംസങ്ങിന്റെ യൂസർ ഇന്റർഫേസിൽ ഈസി ആയിട്ട് നടക്കും. അങ്ങനത്തെ അല്ലെങ്കിൽ ആരും വിളിച്ച് പറയുകയൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങൾ ആയിട്ട് പറയേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ ഫോണിന് കുറെ കോട്ടങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നില്ല. അതുപോലെ നമുക്കിത് 6GB റാം 128GB ആണ് നമുക്ക് ബേസ് വേരിയന്റ് കിട്ടുന്നത്. നേരത്തേക്ക് നമുക്ക് 8GB റാം 256GB വരെ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടിയിരുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല. IP റേറ്റിംഗ് വന്നിട്ട് IP64 മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ കൊടുത്തിട്ടില്ല. അതുപോലെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ. ഫിംഗർ പ്രിന്റ് വന്നിട്ട് AMOLED ആയിട്ട് പോലും ഫോണിന്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഒരു കുറവുകളായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ 2ാമത്തെ പ്രാവശ്യമാണ്. കാരണം പ്രൈസിങ്ങിനെ മാറ്റി മറിച്ച് കളിക്കുകയാണ് സാംസങ് എന്ന് വേണമെങ്കിൽ പറയേണ്ടത്. ഞാൻ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ 23,000 രൂപയ്ക്കാണ് വാങ്ങിയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 22,999 രൂപയ്ക്ക്. അടുത്തിടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫർ നടന്നതിൽ ആ സമയത്ത് ഓഫറിലാണ് ഞാൻ ഇത്തരത്തിൽ 22,999 രൂപയ്ക്ക് വാങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ ഈ ഫോൺ ഡെലിവറി ചെയ്ത് അതിനൊരു 3-4 ദിവസം എടുക്കുമല്ലോ, ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോണിൻ്റെ പ്രൈസ് കുത്തനെ സാംസങ് കൂട്ടി. 33,000 രൂപ, കൃത്യമായിട്ട് പറഞ്ഞാൽ 32,999 രൂപ വരെ കൂട്ടി. അപ്പോൾ ഞാൻ വാങ്ങിയ പ്രൈസിൽ നിന്ന് 10,000 രൂപയോളം കൂട്ടി. അപ്പോൾ ഇത് ട്വിറ്ററിലൊക്കെ ഒരുപാട് പേര് ഇതിനെ അഗേൻസ്റ്റ് കമൻറ്റ് വിട്ടിരുന്നു. അതായത് 23,000 രൂപയുടെ ഒരു ഫോൺ, ഓഫറിൽ കിട്ടിയ ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ അണ്ടർ 25,000 ലോഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് പല യൂട്യൂബേഴ്സും അണ്ടർ 25,000 ഇത് കൊള്ളാമെന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആളുകൾ വാങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് അണ്ടർ 35,000 റേഞ്ചിലേക്ക്, അതായത് 33,000 രൂപയിലേക്ക് പ്രൈസ് കൂട്ടി. അങ്ങനെ ഒരുപാട് പേര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ട്വിറ്ററിലേക്ക് പ്രതികരിച്ചിരുന്നു. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പിന്നീട് സാംസങ് ഒരു 7,000 രൂപ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 16-ാം തീയതി വ്യാഴാഴ്ച 3:30 ഞാൻ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 25,999 രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും കൂടാം കുറയാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയ പ്രൈസ് ബെറ്റർ പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് 25,999 രൂപ ഓക്കെ ആയിട്ടുള്ള പ്രൈസ്. 33,000 ആയ പ്രൈസ് ഉണ്ടായിരുന്നില്ല, അത് തീരെ സഹിക്കാൻ പറ്റാത്ത പ്രൈസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോണുകളെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ഒരു ഫോണിൻ്റെ പ്രൈസ് നമുക്ക് ഗസ് ചെയ്യാനോ നമുക്കത് വിലയിരുത്താനോ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 26,000 വലിയ തിരക്കേടില്ല. ആ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ഫോൺ ഒരു എന്താ പറയുന്നത്, എല്ലാം തികഞ്ഞ ഒരു ഫോണൊന്നും അല്ല. ഈ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ആ ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഈ 26,000, അതായത് 25,999 രൂപ എന്ന് പറഞ്ഞ പ്രൈസ് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.